ചില സിനിമയ്ക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ഒരുപാട് കണക്റ്റ് ആയി പോകും ആ സിനിമയായിട്ട്. അതുപോലൊരു പടമാണ് സിറേ. ഒരു ക്രൈം ഡ്രാമയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് രാജകുമാരി എന്ന് പറയുന്ന ഒരു പുതുമുഖ ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലളിത് കുമാർ സെവൻ സ്ക്രീൻസിന്റെ ബാനറിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടം ഇറ്റ്സ് ഓസം, അടിപൊളി. കണ്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഹാങ് ഓവറിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുമാറാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. നമ്മൾ ഇമോഷണലി ഒരുപാട് കണക്റ്റ് ആയി പോകും ആ സിനിമയായിട്ട്. ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഒരുപാട് ലവ് ട്രാക്ക് ആണെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ആ സിനിമയ്ക്കകത്തുണ്ട്. ഒരു രക്ഷയില്ല. അടിപൊളി പടം. മസ്റ്റ് വാച്ച് ആയിട്ടാണ്. സിനിമയിൽ ലീഡ് റോളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വിക്രം പ്രഭുവാണ്. വിക്രം പ്രഭുവാണ് ലീഡ് റോളിൽ അഭിനയിക്കുന്നത്. പിന്നെ ഒരു 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു അതൊരു അന്യായ ക്യാരക്ടേഴ്സാണ്. അത് ആ സിനിമയെ കൊണ്ടുപോകുന്ന തന്നെ അവർ തന്നെയാണ്. അഭിനയിച്ചിരിക്കുന്നവരുടെ പേര് LK അക്ഷയ് കുമാറും അനിഷിമ അനിൽകുമാർ. അനിഷിമ മലയാളത്തിലൊക്കെ പടങ്ങൾ ചെയ്തിട്ടുള്ള പുള്ളിക്കാരിയാണ്. അക്ഷയ് കുമാർ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ 2 ക്യാരക്ടേഴ്സും ഒരു രക്ഷയില്ല. എന്ത് പെർഫോമൻസ് ആയിരുന്നു അവർ. എന്ത് രസമായിട്ട് ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയത്. അടിപൊളി പെർഫോമൻസ്. ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല. പറയാമെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. അതുപോലൊരു പടം. മസ്റ്റ് വാച്ചാണ് സിനിമ. സിനിമയുടെ ക്ലൈമാക്സോടെ ഒക്കെ അടുക്കുമ്പോൾ എന്താ പറയാ, നമ്മൾ അതിലേക്കായി പോവും. നമ്മൾ ഒരുപാട് ഇമോഷണലി നമ്മൾ കണ്ണ് നിറയും. ആ കണക്ക് ആ പടം നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സിനിമയ്ക്കകത്ത്. മ്യൂസിക്കും എഡിറ്റിങ്ങും. മ്യൂസിക് ഒരു ജസ്റ്റിൻ പ്രഭാകരൻ പറയുന്നൊരു പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കൊക്കെ എന്ത് ഫീലായിരുന്നു കേൾക്കാനായിട്ട്. അടിപൊളിയായിരുന്നു. നല്ല ഫീലോടെ നമ്മൾ കേട്ടിരിക്കാൻ പറ്റിയ കുറെ മ്യൂസിക്കും എന്താ പറയട്ടെ, നല്ല രസമുണ്ട്. നല്ല രസമായിട്ട് കേട്ടിരിക്കാൻ പറ്റിയ സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് മടുപ്പിക്കുക അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന ടൈപ്പുള്ള ഒരു പാട്ടോ അങ്ങനെ ഒന്നും സിനിമയ്ക്കകത്തില്ല. എഡിറ്റിംഗ് ഫിലോമിൻ രാജ്. ലോകേഷിന്റെ മെയിൻ എഡിറ്ററാണ് ഫിലോമിൻ രാജ്. അപ്പൊ നമുക്ക് അറിയാമല്ലോ പടം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എഡിറ്റിംഗ് ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. ഒരു രക്ഷയില്ല. നല്ല രസമുണ്ടായിരുന്നു പടം എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും ആ സിനിമയുടെ ഒരു എന്താ പറയട്ടെ, നല്ലൊരു ഒഴുക്കുള്ളൊരു പടം. നമ്മൾ കണ്ടിരിക്കും. നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ സിനിമയുടെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് നമ്മൾ വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പടമാണ്. പറ്റുമെങ്കിൽ എല്ലാവരും സിനിമ കാണണം. എനിക്കതേ പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.